ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നിങ്ങൾക്ക് ഈ തമ്പനയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇനി ബേക്കറിയിൽ നിന്ന് ഈ കേക്ക് വാങ്ങിക്കുന്നതിൽ ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യും. അത്ര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കിയാലോ. നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 വലിയ മുട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞിനാണെങ്കിൽ നമുക്ക് 3 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മുട്ടയും പഞ്ചസാരയും കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏത് റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഓയിൽ ചേർത്തതിന് ശേഷം ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ളി ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. 3 പ്രാവശ്യം നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് ഇതുപോലെ ഇത് അരിച്ചെടുക്കാം. ഞാൻ നമ്മുടെ മൈദയുടെ മിക്സ് ഇവിടെ നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml ആണ്. നമ്മൾ മൈദയുടെ മിക്സ് ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 3-4 ബാച്ചസ് ആയിട്ട് ഇത് ചേർത്ത് കൊടുക്കണം. ഓവർ ബീറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ഒരു ഡയറക്ഷന് മാത്രമേ നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ മുട്ട നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഞാൻ 2ാമത്തെ ബാച്ച് മൈദയും ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ബാക്കിയുള്ള മാവിന് ഇത് കുറച്ച് ടൈറ്റാണ്. നമുക്കിനി ഇതിലേക്ക് ചെറു ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തത്. അല്പമായിട്ട് നിങ്ങൾ ചേർത്ത് നോക്കുക. അതിന് ശേഷം മാത്രമേ ബാക്കി ചേർക്കാവുള്ളൂ. പാലിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം ഓരോരുത്തർക്കും ഉണ്ടാവും. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വിനെഗർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാവുള്ളൂ. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
കേക്ക് ബേക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഞാൻ നമ്മുടെ കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ നമ്മളൊരു അലുമിനിയം പാത്രം 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തതാണ്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെക്കാം. ഞാൻ നമ്മുടെ കേക്ക് ടിന്ന് ഈ പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് ഒരു വെയിറ്റ് മുകളിൽ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 30 തൊട്ട് 35 മിനിറ്റ് വരെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബേക്ക് ആയെന്ന് നോക്കാം. നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം. ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. ഇതിനെ നമുക്കിനി 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. അതിന് നമ്മളിത് ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നൂല് വെച്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തൂടെ നൂല് വെച്ച് ഒന്ന് കട്ട് ചെയ്താൽ മതി. നമ്മുടെ കേക്ക് ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സൂപ്പർ സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. നമുക്കിനി നമ്മുടെ കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്കിനി ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ റിച്ചിൻ്റെ ഗോൾഡ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള വിപ്പിംഗ് ക്രീമാണിത്. ബാക്കിയുള്ള ക്രീമിനനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റുള്ള ക്രീമാണിത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ടിത് ഇവിടെ നിന്ന് നമുക്കതൊന്ന് പുഷപ്പ് ചെയ്തതൊന്ന് ഓപ്പൺ ചെയ്യണം. ഞാനിത് ഫ്രീസറിൽ നിന്ന് തലേദിവസം തന്നെ എടുത്ത് ഫ്രിഡ്ജ് വെച്ച് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അലിയിച്ചെടുത്ത് നമ്മൾ ഷെയ്ക്ക് ചെയ്ത് നോക്കുമ്പോൾ കട്ടയൊന്നും ഇല്ലാതെ വരണം. നന്നായിട്ട് ഷെയ്ക്ക് ആവണം. നമുക്കിനി ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. വിപ്പ് ചെയ്തെടുക്കുന്ന ബൗളും വിസ്കും നമ്മൾ നന്നായിട്ട് ഫ്രീസറിൽ ഒരു 3 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുക്കേണ്ടതാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് വാട്ടറും ഐസും കൂടി ഇട്ട് അതിന് മുകളിൽ ബൗൾ വെച്ചാണ് ഇത് വിപ്പ് ചെയ്തെടുക്കുന്നത്. ഞാനൊരു പാത്രത്തിലേക്ക് അതിനായിട്ട് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഞാനിത് വിസ്ക് വെച്ചാണ് നമ്മുടെ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ബൗളും വിസ്ക് കൂടെ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നത് ഉള്ളതിട്ട് ഞാനൊരു തുണി വെച്ച് അതൊന്ന് നന്നായിട്ട് തൂത്തിട്ടുണ്ട്. ഐസൊന്നും നമ്മുടെ ബൗളിൽ കാണാൻ പാടില്ല. നമുക്കിനി ഇതിലേക്ക് 1.25 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഞാൻ നമ്മുടെ ക്രീം നമ്മുടെ പാത്രത്തിന് ഐസ് വാട്ടർ ഒഴിച്ച് പാത്രത്തിന് മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇനി തൈര് കഴിയുന്നവരെ നമുക്ക് ബീറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ക്രീം നല്ല പെട്ടെന്ന് ബീറ്റാവും. നമ്മൾ വിസ്കിൻ്റെ സൈസ് അതുപോലെ തന്നെ ക്രീമിൻ്റെ അളവ് അനുസരിച്ച് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ നന്നായിട്ട് നല്ല ശക്തിയിൽ തന്നെ ബീറ്റ് ചെയ്യുക, നല്ല സ്പീഡിൽ ബീറ്റ് ചെയ്യുക. നമ്മുടെ കൈക്ക് കുറച്ച് വേദന എടുക്കും. ഒരാളുടെ ഹെൽപ്പ് തേടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാം. ക്രീം എടുക്കുമ്പോൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് അത് യൂസ് ചെയ്യുമ്പം അത് അത്രയ്ക്ക് സ്റ്റിഫ് ആവാതെ വരും. നമ്മൾ ഇപ്പോൾ ക്രീം ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ആവശ്യത്തിന് സ്റ്റിഫായിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജ് വെക്കുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് വരും. ഇനി ഇത് നമ്മുടെ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. നമുക്കിനി നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ഇവിടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്രീസറിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഇത് കുറച്ചുകൂടെ കട്ടിയാവും. നമുക്കിനി നമ്മുടെ ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ 3 ലെയർ കേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന്
നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് സോക്ക് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് ഞാൻ ഉണ്ടാക്കിയത് 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ്. അതിലേക്ക് ഒരു നുള്ള ഉപ്പോട് ചേർത്തിരുന്നത് ജസ്റ്റ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഒരുപാട് ചേർക്കരുത്, ഒരു നുള്ളു മാത്രമേ ചേർക്കാവുള്ളൂ. നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3ാമത്തെ ലെയറും നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യുന്നതിന് കുറേ നേരം മുമ്പ് തന്നെ ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കരുത്. കുറച്ച് നേരം മുമ്പേ മാത്രമേ ഇങ്ങനെ സോക്ക് ചെയ്യാവുള്ളൂ. നമ്മൾ ഷുഗർ സിറപ്പിൻ്റെ 1/4 ഭാഗത്ത് കൂടുതൽ ഇപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിതിന് ഐസിങ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് അതിന് മുകളിൽ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാൻ നമ്മുടെ ക്രീം ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. എന്ത് സ്പൂണിൽ നിന്ന് നമ്മൾ കമത്തിയാലും താഴോട്ട് വീഴത്തില്ല, നല്ല സ്റ്റിഫായിട്ട് ആണുള്ളത്. നമുക്കിനി നമ്മുടെ കേക്ക് ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് നമ്മുടെ ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുമ്പം അത് ഈ ബോഡിയിൽ നിന്ന് തെന്നിപ്പോയിരിക്കാൻ വേണ്ടിയാണ് സെൻട്രലായിട്ട് നമ്മളിങ്ങനെ കുറച്ച് ക്രീം വെച്ച് കൊടുക്കുന്നത്. അവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഏറ്റവും മുകളിലത്തെ ലെയർ വെച്ച് കൊടുക്കണം. ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നമ്മുടെ ഫസ്റ്റ് ലെയർ രണ്ടാമതും ഷുഗർ സിറപ്പ് വെച്ചൊന്ന് സോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് ഐസിങ് ചെയ്യാം. ഞാൻ നമ്മുടെ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് പൈപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ പൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമ്മുടെ ക്രീം സ്പ്രെഡ് ചെയ്യാൻ. നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു കത്തിയുടെ ബാക്ക് സൈഡ് ഉപയോഗിച്ചാണ് നമ്മുടെ ക്രീം സ്പ്രെഡ് ചെയ്യുന്നത്. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ കത്തി ഉപയോഗിച്ച് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രീം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. നല്ല ഷേപ്പ് ചെയ്ത് കറക്റ്റ് ഫിക്സ് ആക്കി നമ്മൾ വെക്കണം. ഇനി നമുക്കിതിന് മുകളിലേക്ക് നേരത്തെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്രീം കേക്കിന് മുകളിലേക്ക് ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കത്തി യൂസ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാം. ഇനി നമുക്കിതിന് മുകളിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേർഡ് ലെയർ, ഏറ്റവും അടിയിലത്തെ ലെയർ മുകളിലായിട്ട് വരുന്ന പോലെ വെച്ച് കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നു. ക്രീം അതുപോലെ തന്നെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇനി മുകളിൽ ഒന്ന് ജസ്റ്റ് ഈ ക്രീം ഒന്ന് ക്രം കോട്ട് ചെയ്യുക. സൈഡിലും അതുപോലെ തന്നെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടാണ് നല്ല തിക്കായിട്ടുള്ള ഐസിങ് പിന്നെ നമ്മൾ ചെയ്യുന്നത്. അധികം ക്രീം അതുകൊണ്ട് ഞാൻ സ്പ്രെഡ് ചെയ്യുന്നില്ല. ഞാനിവിടെ മുകൾ വശം ഇതുപോലെ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി സൈഡ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ നമ്മുടെ കേക്കിന് മുകൾ വശം ഒരു സൈഡും കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ക്രീമും ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള ക്രീമും ഇതിന് മുകളിൽ അപ്ലൈ ചെയ്യാം. മുകളിലത്തെ ലെയർ നമ്മൾ കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മൾ ക്രീം വെച്ച് കൊടുക്കാം.
നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി സൈഡിലും കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ മുകളിലും സൈഡിലുമായിട്ട് കുറച്ചുകൂടെ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഐസിങ് ചെയ്യാം. സെൻറ്ററിലുള്ള പോർഷനേക്കാളും കൂടുതൽ ക്രീം ഈ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇനി എവിടെയെങ്കിലും കുറച്ച് താന്ന് പൊങ്ങിയിരിപ്പുണ്ടായാൽ നമ്മൾ അവിടെ കുറച്ച് ക്രീം കൂടുതലങ്ങ് സ്പ്രെഡ് ചെയ്താൽ മതി. സൈഡിൽ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്കിനി ഒരു കാർഡ് അല്ലെങ്കിൽ സ്ക്രാപ്പറോ വെച്ച് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ നമ്മുടെ കേക്ക് നന്നായിട്ട് ഐസിങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള കേക്കിൻ്റെ അത്രയും ഫിനിഷിങ് നമ്മുടെ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് വേണ്ട. എന്ന് വെച്ചാൽ നമ്മൾ സൈഡിൽ ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് സൈഡിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ നമ്മുടെ കേക്കിൻ്റെ സൈഡിലും ഈ എഡ്ജസിലും ആയിട്ട് ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു സ്റ്റാർ നോസിൽ വെച്ച് ഇത് ഈ ഷേപ്പിൽ നിന്ന് പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് മുഴുവൻ കാണിക്കാത്തത് വീഡിയോ ഭയങ്കര ലെങ്തി ആകാതിരിക്കുകയാണ്. അതിനുശേഷം ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിത് കട്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ പല പീസായിട്ട് അത് മുറിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ഞാൻ നമ്മുടെ കേക്ക് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഏകദേശം 1 kg വരുന്നൊരു കേക്കാണ്. നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാവുന്ന ഒരു കേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈസി ആയിട്ട് റെഡിയാക്കാവുന്ന റെസിപ്പിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.